നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടം കയറി മുടിഞ്ഞൊരവസ്ഥയിലൂടെ തന്നെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്തായിരുന്നു ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ട് പാകിസ്ഥാൻ പാർലമെന്റിൽ ഒരു ശബ്ദമുയർന്നത്. അതിന് പിന്നാലെ തന്നെ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായിരുന്നു. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അയൽരാജ്യത്തു നിന്നും സഹായം ലഭിക്കാനുള്ള ഒരു പ്രയത്നം ഏറ്റവും ഒടുവിൽ എല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട്, അഭ്യർത്ഥന നടത്താറുണ്ട്. അതിനൊരു പാലമെന്ന രീതിയിൽ തന്നെ ആയിരിക്കണം പാകിസ്ഥാനും ഇങ്ങനെ നീക്കങ്ങൾ നടത്തുന്നത്. വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നിലവിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഒരു മാർഗവുമില്ലാതെ വന്നതോടെ ഏറ്റവും അടുത്തായി രാജ്യം കഞ്ചാവ് കൃഷി പോലും നടത്താനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. ഒന്ന് ആലോചിക്കുക, ഒരു രാജ്യം സ്വന്തമായി നിയമവിരുദ്ധമായ ഒരു കാര്യം നിയമവിധേയമാക്കി മാറ്റാനുള്ള ഒരു പ്രയത്നം നടത്തണമെങ്കിൽ അതെത്രത്തോളം അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തിയതിൻ്റെ ഉദാഹരണമാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. മെഡിക്കൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി കഞ്ചാവ് കൃഷി ചെയ്യാനുള്ള അനുമതി പാകിസ്ഥാൻ നൽകാൻ പോകുന്നു എന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതുകൊണ്ടൊന്നും തന്നെ പരിഹരിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ സ്വകാര്യവൽക്കരിച്ച് മുന്നോട്ട് നീങ്ങാനാണ് പദ്ധതിയിടുന്നത്. എന്തിനേറെ പറയുന്നു, വിമാനത്താവളങ്ങൾ പോലും വിറ്റഴിക്കാനാണ് തീരുമാനം. രാജ്യത്തിന്റെ ദേശീയ എയർലൈൻ കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻ അടക്കം സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷമായി പാകിസ്ഥാൻ എയർലൈൻസ് വലിയ ഭീമമായ നഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പുറത്തുവരുന്ന കണക്കനുസരിച്ച് $3.6 ബില്യൺ നഷ്ടമാണ് പാകിസ്ഥാൻ എയർലൈൻസിനുള്ളത്. ഇതിൽ നിന്നും കരകയറണമെങ്കിൽ മറ്റൊരു മാർഗവുമില്ല. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. സർക്കാരിനെ കൊണ്ടത് സാധിക്കില്ല. അതുകൊണ്ടത് സ്വകാര്യവൽക്കരിച്ച് മുന്നോട്ട് പോവുക എന്ന പരീക്ഷണമാണ് ഇവിടെ നടത്തുന്നത്. ഇതുകൂടാതെ ന്യൂയോർക്കിലെ റൂസ്വെൽറ്റ് ഹോട്ടൽ, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ലാഹോർ ഇലക്ട്രിക് സപ്ലൈ, ഫസ്റ്റ് വുമൺ ബാങ്ക്, പാകിസ്ഥാൻ റീ ഇൻഷുറൻസ്, ലാഹോറിലെ സർവീസസ് ഇന്റർനാഷണൽ ഹോട്ടൽ, ഹൗസ് ബിൽഡിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ, കൂടാതെ പാകിസ്ഥാന്റെ മറ്റ് പല സംരംഭങ്ങളും ഭീമമായ നഷ്ടത്തിലൂടെ കടന്നുപോകുന്നു. അത് പരിഹരിക്കാനാണ് ഇവയൊക്കെ തന്നെ സ്വകാര്യവൽക്കരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു നീക്കം നടത്തുന്നത്. പാകിസ്ഥാൻ വ്യവസായി ആരിഫ് ഹബീബും രാജ്യത്തെ 3 സ്വകാര്യ എയർലൈനുകളും ഉൾപ്പെടെ 10ഓളം പേർ എയർലൈനുകളുടെ ഭൂരിഭാഗം ഓഹരികൾക്ക് വേണ്ടിയിട്ടുള്ള ലേലം സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെയ് 18 അവസാന തീയതി. അത് വീണ്ടും ദീർഘിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ എയർലൈൻസിന്റെ ഓഹരികൾ സ്വകാര്യ വ്യക്തികൾ വിജയകരമായി തന്നെ നേടിയെടുത്താൽ നഷ്ടത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളും സമാനമായ രീതിയിൽ തന്നെ ടെൻഡർ വിളിച്ച് അവർക്ക് നൽകാനായി, ലേലത്തിലൂടെ നൽകാനായി തീരുമാനിക്കുമെന്നാണ് പാകിസ്ഥാൻ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള താരിഖ് ഹമീദ് വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വളരെ മോശകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ $8 ബില്യൺ വരെ ആവശ്യമായി വരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എത്രത്തോളം സർക്കാർ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചാൽ മാത്രമാണ് ഇത്രയും നേടിയെടുക്കാൻ കഴിയുക എന്ന കാര്യത്തിൽ പാകിസ്ഥാന് കൃത്യമായ ഒരു കണക്ക് പോലുമില്ല. ഏറ്റവും അടുത്തായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് പാകിസ്ഥാൻ്റേതെന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾക്ക് സബ്സിഡി നൽകുന്നത് ഒഴിവാക്കുമെന്ന് IMF തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്വകാര്യവൽക്കരണ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.